വഴിയിൽ, സമാധാനത്തിന്റെ വഴിയിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഈ നാടിന്റെ ശാന്തി പുലരാനുള്ള പോരാട്ടത്തിൽ ഇവിടുത്തെ ജനതക്കൊപ്പം ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ പോലീസ് അന്വേഷണം, ഈ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകർക്കും ഇതിൽ കൃത്യമായി എത്ര പേർക്ക് പരിക്കേറ്റു എന്ന് പറയാൻ കഴിയുന്നില്ല, എത്ര പേര് സംഭവ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല, ആരൊക്കെയാണ് ഉണ്ടായതെന്ന് പറയാൻ പറ്റുന്നില്ല. പോലീസ് സംവിധാനങ്ങൾ ഇതിന്റെ അന്വേഷണത്തിൽ ദുരൂഹത മൂടിപ്പിടിക്കുകയാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ പറഞ്ഞു പോലും ഇവിടെ ബോംബുണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ടെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. എന്നിട്ടും എന്തുകൊണ്ടൊരു നടപടിയും റെയ്ഡും ഉണ്ടായില്ല? ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയാത്തൊരു പാവപ്പെട്ടവന്റെ വീടിന്റെ ടെറസിന്റെ മേലെ ഒരു സാധാരണക്കാരൻ എന്തിനു വേണ്ടിയാണ് ഇവർ ഉപയോഗിക്കുന്നത്? കുറേ ചോദ്യങ്ങൾ ബാക്കിയാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കും. ബൂത്തിലും അല്ലാതെയും നടക്കുന്ന അട്ടിമറി പ്രവണതകളെ അതിനെ നുള്ളണം. നാട്ടിൽ സമാധാനത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കണം. അങ്ങനെ നടന്നാൽ ആ സമാധാനം ആഗ്രഹിക്കുന്നവരെ ജയിക്കൂ. അങ്ങനെ ജയിച്ചാൽ നമ്മൾ ജയിക്കും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. പൊതുസമൂഹത്തോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ നിലപാടോ വോട്ടോ ബോംബ് രാഷ്ട്രീയത്തിനുള്ള പിന്തുണയായി മാറരുത് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമാധാന റാലിയിൽ പങ്കെടുത്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു.